മൊത്തത്തിലൊരു UDF തരംഗമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ചരിത്രം കൂടി BJP തിരുത്തി എഴുതുന്നു. കേരളത്തിൽ താമര വിരിയില്ല എന്ന് പറഞ്ഞവർക്ക് വലിയൊരു തിരിച്ചടി ആയിക്കൊണ്ട് NDA 2 സീറ്റിൽ മുന്നേറുന്നു. തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് രാജീവ് ചന്ദ്രശേഖരൻ എക്സിറ്റ് പോളുകളിലൂടെ വലിയ രീതിയിലുള്ള ഒരു വിജയം എക്സിറ്റ് പോളുകളിലൂടെ പ്രവചിച്ചിരുന്നു എങ്കിലും ഇപ്പോൾ വലിയൊരു 20,000-ലധികം ലീഡോടുകൂടി സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഉണ്ടാക്കുന്ന ഒരു ആധിപത്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു ആക്കം അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഓളം ചെറുതല്ല. BJPക്ക് വലിയ രീതിയിലുള്ള ഒരു ചരിത്ര നേട്ടം തന്നെയാണ് തൃശ്ശൂരിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു മെച്ചപ്പെടൽ BJPക്ക് കേരളത്തിൽ അത്രയും ഒരു ഓളം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസം, ഇനി കേരളത്തിലെ അധികാരം അത്ര വിദൂരമല്ല എന്ന് പറയാതെ പറയുന്ന ഒരു തുടക്കം കൂടിയാണ് ഈ NDAയുടെ ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത് കൂടി നമുക്ക് ഈ സമയത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തിരുവനന്തപുരത്ത് ഒരു സസ്പെൻസ് ത്രില്ലറാണ് ഇപ്പോൾ നിലനിർന്നുകൊണ്ടിരിക്കുന്നത്. ശശി തരൂരോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനോ ഇപ്പോൾ നമുക്കൊരു വ്യക്തമായൊരു ധാരണയിലേക്ക് ഇപ്പോൾ എത്താൻ പറ്റില്ല എന്താണ് സംഭവം എന്ന്. പക്ഷെ നോക്കുകയാണെങ്കിൽ 2026 നിയമസഭയിൽ BJP പക്ഷേ തീരദേശ വോട്ടുകൾ എണ്ണി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുന്ന അതിലേക്ക് ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് നമുക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു വോട്ട് ചോർച്ച BJPക്ക് ഉണ്ടാക്കാൻ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഇപ്പോഴത്തെ മുന്നേറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് BJP ഒരു വലിയ തോതിൽ ഒരു പ്രചാരണം നടത്തിയെന്ന് വേണം നമുക്ക് പറയാം. കാരണം 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് MP ആയിരുന്ന ശശി തരൂർ തീരദേശ മേഖല, അതായത് എല്ലാ വർഷവും ഒരു മഴ അല്ലെങ്കിൽ കടലേറ്റം ഒരു പ്രളയ സമാനമായ രീതി ഉണ്ടാകുമ്പോൾ തീരദേശ മേഖലയിൽ MP എന്ന നിലയിൽ ശശി തരൂർ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം അവിടെ BJP ഉന്നയിച്ചിട്ടുണ്ട്, രാജീവ് ചന്ദ്രശേഖരനും ഉന്നയിച്ചിട്ടുണ്ട്. അതൊരു പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതാണ് ഇക്കുറി. ഇക്കുറി രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. ഞാനിവിടെ MP ആയിട്ട് വന്നു കഴിഞ്ഞാൽ തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് എന്ത് മാറ്റം കൊണ്ടുവരുമെന്ന് അവർക്ക് വ്യക്തമായ ഒരു ധാരണ കൊടുക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു എന്നതിന്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ അദ്ദേഹം മുന്നിൽ നിൽക്കുന്നതും ശശി തരൂർ പിന്നിലേക്ക് പോകുന്നതും നമുക്ക് എടുത്തു പറയേണ്ടത്. 50,000 വോട്ടുകളുടെ ലീഡോടുകൂടി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് ആധിപത്യം ഉറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ കേരളം മൊത്തത്തിൽ എടുത്തു നോക്കാനുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു രീതിയിലുള്ള ഒരു ചുവപ്പ് കോട്ട ഒരു രീതിയിലും ചുവക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ ആശ്ചര്യത്തോടു കൂടിയും വളരെ സങ്കടത്തോടു കൂടിയും പറയേണ്ടിയുള്ള ഒരു കാര്യമാണ്. കാരണം കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് ഒരു രീതിയിലുള്ള ഒരു വേരോട്ടവും കേരളത്തിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള നാണക്കേട് തന്നെയാണെന്ന് പറയേണ്ടി വരുന്നു. ഈ സമയത്ത് ആലത്തൂർ ഒഴികെയുള്ള ഒരു മണ്ഡലങ്ങളിലും LDFന് ഒരു രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാനും സാധിക്കുന്നില്ല എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പരാജയമായിട്ട് ഈ തിരഞ്ഞെടുപ്പ് മാറുന്നു എന്ന് പറയേണ്ടി വരുന്നു ഈ സമയത്ത്, അല്ലേ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജനരോക്ഷം. 10 വർഷത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ ജനരോക്ഷം. ജനം വിധി എഴുതിയിരിക്കുകയാണ്. ഇനി LDF വേണ്ട. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി നമുക്ക് ഇടതുപക്ഷം വേണ്ട. അങ്ങനെയാണെങ്കിൽ 2026 നിയമസഭയിൽ ഇടതുപക്ഷത്തിന്റെ അവസാന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ പോകും. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു നോക്കുകയാണെങ്കിൽ EP ജയരാജൻ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ ഒരു വാക്കാണ് വോട്ടർമാരുടെ മനസ്സിലേക്ക് ഏറ്റത്. ഞാൻ BJPയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ BJPയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവേദ്കറുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്നത് തന്നെയാണ് BJP EP ജയരാജൻ BJPയിലേക്ക് ആ സംഭവം അടക്കമുള്ള കാര്യങ്ങളാണ് ശരിക്കും ഈ ഒരു പരാജയത്തിന് പിന്നിലെന്ന് LDFൽ ഇപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ വരെ നമുക്ക് ഈ സമയത്ത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാര്യം പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള EP ജയരാജന്റെ ആ കൂടിക്കാഴ്ച തന്നെയാണ് ഏറ്റവും കൂടുതൽ. അത് തിരഞ്ഞെടുപ്പിന് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപിലാണ് ഈ സംഭവം പുറത്തു വരുന്നത്. അതോടുകൂടിയാണ് എനിക്ക് തോന്നുന്നത് LDFന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു താഴേക്ക് പോക്ക് ഈ സംഭവത്തോടു കൂടി വലിയ രീതിയിൽ ഈ ജാവ്ദേക്കറുമായുള്ള ഒരു കൂടിക്കാഴ്ച, EP ജയരാജനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച LDFന് വലിയ തിരിച്ചടി ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നു എന്ന ഇപ്പോൾ വരുന്ന ഈ ഫലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ്. പക്ഷേ EP ജയരാജൻ മാത്രമല്ല പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്, പിണറായി വിജയനും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വീണ വിജയന്റെ മാസപ്പടി കേസ്, ED അന്വേഷണം, ഇതെല്ലാം ഒഴിവാക്കി തരണമെന്നൊരു അഭ്യർത്ഥന ചിലപ്പോൾ പ്രകാശ് ജാവേദ്കർ അടുത്ത് പിണറായി വിജയൻ നടത്തിയെന്ന് തന്നെ നമുക്ക് വരാം. അത് തന്നെയാണ് വിവാദ വ്യവസായി ദല്ലാൽ നന്ദകുമാർ പറഞ്ഞൊരു കാര്യമാണ്. എന്നെ കൂട്ടിപ്പിടിച്ചിട്ടാണ്, എൻ്റെ അടുത്താണ് പിണറായി വിജയൻ പറഞ്ഞു പ്രകാശ് ജാവേദ്കറുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് നടത്തണമെന്ന്. ദല്ലാൽ നന്ദകുമാർ തന്നെയാണ്
പ്രസ്താവന നടത്തിയത്. അത് ഇതിലേറ്റിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയൻ സമയമായപ്പോൾ എല്ലാം EP ജയരാജന്റെ തലയിലേക്ക് ഇട്ടുകൊടുത്ത് എന്റെ കൈ ശുദ്ധമാണ്, എന്റെ മടിയിൽ കനമില്ല എന്നുള്ളൊരു സ്ഥിരം ഡയലോഗുകളാണ് പിണറായി വിജയന്റെ ഭാഗത്ത്. പക്ഷെ ഒടുവിൽ സംരക്ഷിക്കേണ്ടി വന്നുവെങ്കിലും ഇപ്പോൾ അതിന്റെ റിസൾട്ട് തന്നെയാണ് പുറത്തു വരുന്നത്. അത് വളരെ പരിഹാസ രീതിയിലുള്ള ഒരു റിസൾട്ട്, ജനരോക്ഷം തന്നെയാണ് ശരിക്കും. LDF വലിയ രീതിയിലുള്ള പരാജയം ഉണ്ടാവും. മുഖത്തടിക്കുന്ന ഒരു ജനവിധിയാണ് വന്നിരിക്കുന്നത്. 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയ എന്ത് വികസനമാണ് കേരളത്തിൽ ഉണ്ടായി? നമുക്കറിയാം, ആര്യ രാജേന്ദ്രൻ എന്താണ് കേരളത്തിന് വേണ്ടി ചെയ്തത്? കേരളത്തിന്റെ മേയർ അമ്മ എന്ന് പറഞ്ഞിരിക്കുന്നു, ഒരു വികസനമില്ല. സ്മാർട്ട് സിറ്റിയുടെ പേരും പറഞ്ഞ് നഗരത്തിലെ റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അധികാരം മാത്രമാണ് അവരുടെ എപ്പോഴും ശ്രദ്ധിക്കുന്നത്, അധികാരത്തിലേക്ക് മാത്രമാണ്. ഞാൻ വലിയ ശാസ്ത്രജ്ഞനാണെന്ന് പറഞ്ഞ് നിന്ന തോമസ് ഐസക് KSRTC രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ KSRTCയുടെ നട്ടലൊടിഞ്ഞിരിക്കുന്നു. ശമ്പളം എന്ന് കിട്ടും അറിയില്ല, പെൻഷൻ എന്ന് കിട്ടും അറിയില്ല. വണ്ടിയാണെങ്കിൽ നേരെ ചൊവ്വ വണ്ടിയല്ല KSRTCയിൽ ഇരിക്കുന്നത്. ഓരോ ദിവസവും കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് കൂട്ടുന്നു, സാധനങ്ങളുടെ വില കൂട്ടുന്നു. ഈ സർക്കാർ എന്ത് ചെയ്യുന്നു എന്ന് ആർക്കും അറിയില്ല. ഓരോ മാസവും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം, പെൻഷൻ, നിത്യ ചെലവ് കൊടുക്കണമെങ്കിൽ റിസർവ് ബാങ്കിന്റെ കുബേര വഴി ലോൺ എടുത്തേ പറ്റൂ. എവിടത്തെ ഒരു ധനകാര്യമന്ത്രിയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ കേരളം ഭരിക്കുന്നതെന്ന് അതൊരു ചോദ്യചിഹ്നമാണ്. അതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഏതായാലും ഫോട്ടോ ഫിനിഷിലേക്ക് എത്തുന്ന സമയത്തും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. കേരളത്തിൽ ഒരു UDF തരംഗമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ BJPക്ക് വലിയ രീതിയിലുള്ള ഒരു ചരിത്ര വിജയം കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നു. 2 സീറ്റ് ഇപ്പോൾ മുന്നിൽ. രാജീവ് ചന്ദ്രശേഖരനും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും വലിയ രീതിയിലുള്ള ലീഡ് നിർത്തിക്കൊണ്ട് തിരുവനന്തപുരം കേരളത്തിൽ NDA താമര വിരിയിച്ചുകൊണ്ടുള്ള ഒരു ചരിത്ര നേട്ടം BJPക്ക് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഈ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.